പുഷ്പ എന്ന ക്യാരക്ടറിന്റെ വളരെ മോസ്റ്റ് ഫേവറേറ്റ് മൂവി ക്യാരക്ടർ ആയനെ സെക്കൻഡ് ഹാഫ് ഒരു അന്തവും കുന്തവും അല്ലായിരുന്നെങ്കിൽ. ഫസ്റ്റ് ഹാഫിലെ ആ ഓരോ എലിവേഷൻ സീൻസ് ആണെങ്കിലും ഹൈ മൊമെന്റ്സ് ആണെങ്കിലും എല്ലാം സുകുമാർ എഴുതി വെച്ചിരിക്കുന്ന രീതി വളരെ ബ്രില്യന്റ് ആയിട്ടാണ്. ശരിയാണ്, പുഷ്പ എന്ന ക്യാരക്ടർ അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ലേ പോലും നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. അല്ലു അർജുൻ ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി നല്ല വെടിപ്പായിട്ട് തന്നെയാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ഷൂസിൽ നമുക്ക് വേറെ ഒരു ആക്ടറിനെ പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. തെലുങ്കിലെ ഒരു എ ലിസ്റ്റ് ആക്ടേഴ്സ് പോലും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു റീസെന്റ് ടൈംസിൽ. പിന്നെ നാഷണൽ അവാർഡ് കൂടി കിട്ടിയോണ്ട് മാക്സിമം അല്ലു അർജുനോട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അല്ലു അർജുൻ നല്ല രീതിയിൽ തന്നെ കൺവേ ചെയ്തിട്ടുണ്ടാവും ഈ ക്യാരക്ടറിന്റെ ഇമോഷൻസും ആങ്കറും എല്ലാം. രശ്മിക മന്ദന ആസ് ശ്രീവല്ലി ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് നാഷണൽ അവാർഡ് പോലും കിട്ടിയേക്കാം എന്നാണ്. പക്ഷേ അങ്ങനത്തെ ഒരു പെർഫോമൻസ് പോലും ഈ സിനിമയുടെ ഒരു പരിസരത്ത് പോലും കാണാൻ സാധിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഫീലിങ്സ് വരും എന്ന് പറയാന്നല്ലാണ്ട്. പിന്നെ അമ്പലത്തിൽ ഒരു ലോങ് ഡയലോഗ് സീക്വൻസ് ഉണ്ട്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഒന്നും അതിലും കാണാൻ സാധിച്ചില്ല. പക്ഷെ അപ്പോഴും ഓവറോൾ ഡീസന്റ് ആയിട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിലാസ് ബൻവർ സിംഗ് ഷിക്കാവത്ത് ഈ ഒരു പ്രൈം ടൈമിൽ ആ ഒരു റോളും ആ ഒരു പെർഫോമൻസും ആ ഒരു സിനിമയും ഒട്ടും അങ്ങോട്ട് ദഹിക്കാൻ പറ്റിയില്ല. ശരിയാണ്, കമ്മിറ്റ് ചെയ്ത് പോയി ഊരി പോരാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അപ്പോഴും ഇതിലെ പെർഫോമൻസ് ആണെങ്കിലും ഒട്ടും അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. വേറെയും കുറെ സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഡീസന്റ് ആയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർഫോമൻസിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ഡിസപ്പോയിന്റ്മെന്റ് ഫീൽ ചെയ്തില്ല. മോസ്റ്റ്ലി അല്ലു അർജുന്റെ ആ ഒരു സ്വാഗും സ്ക്രീൻ പ്രസൻസും പെർഫോമൻസും എല്ലാം ഈ സിനിമ കംപ്ലീറ്റ്ലി നിറഞ്ഞിരിക്കുന്നുണ്ട്. ഡയറക്ഷൻ ബൈ സുകുമാർ, ആ ഒരു ഡയറക്ടറിന്റെ മോസ്റ്റ്ലി കുറെ വർക്ക്സ് എനിക്ക് വളരെ ഇഷ്ടം തന്നെയാണ്. രംഗസ്ഥാലം, ആര്യ 2 എല്ലാം എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് തന്നെയാണ്. പക്ഷേ വൺ എന്നെ എന്ന സിനിമയ്ക്ക് ശേഷം ഇതാണ് എൻ്റെ ഒരു വീക്ക് മൂവി ബൈ സുകുമാർ. ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമായിരുന്നു ഈ സ്റ്റോറിയുടെ ഇടയ്ക്കിലോട്ട് ഈ അനാവശ്യമായ ഫൈറ്റ് സീക്വൻസും സപ്ലോട്ട്സും കുത്തിക്കയറ്റുക. അത് തന്നെയാണ് സെക്കൻഡ് പാർട്ടിലും ഫീൽ ചെയ്ത ഒരു ഭയങ്കര ഒരു വീക്ക്നെസ്. ഫസ്റ്റ് പാർട്ടിലും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫഹദ് ഫാസിൽ എൻട്രി മുതൽ റൈറ്റ് ട്രാക്കിലോട്ട് എത്താൻ സാധിച്ചിട്ടുണ്ടായി. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ അങ്ങനെ എത്താൻ സാധിച്ചില്ല. ആ ഒരു റോങ് റൂട്ട് തന്നെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി. ഫസ്റ്റ് ഹാഫിൽ റൈറ്റിംഗ് വളരെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിലും വളരെ അടിപൊളി മൊമെന്റ്സ് തരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ അൺനെസറി റൂട്ട് പിടിക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വിട്ട് പോവുകയാണ്. ഈ അൺനെസറി റൂട്ട് പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒന്നാമത് ഒരു കഥയില്ല. ഈ ബൻവർ സിംഗ് ഷെഖാവത്ത് പുഷ്പയാണ് ഈ സിനിമയുടെ മെയിൻ ഒരു സ്റ്റോറി. അവരുടെ ഫേസ് ഓഫ്, അയ്യപ്പനും കോശി എന്ന സിനിമ, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ, ഇതൊക്കെ തന്നെയാണ് കഥ. പക്ഷെ ആ ഒരു പ്രൈം ഫോക്കസ് ആ ഒരു ഫേസ് ഓഫിൽ മാത്രമായിരിക്കണം. അതിന്റെ ഇടയ്ക്ക് ഈ വളച്ച വഴി പിടിക്കുമ്പോഴാണ് ഈ സിനിമയായിട്ടുള്ള നമുക്ക് കണക്ഷൻ നമ്മൾ വിട്ട് പോണത്. പിന്നെ ഈ സിനിമയിൽ ഇമോഷണൽ സീക്വൻസ് വളരെ വീക്കായിട്ട് ഫീൽ ചെയ്തു. ഒട്ടും ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുക, എസ്പെഷ്യലി ക്ലൈമാക്സിൽ. ആക്ഷൻ രംഗങ്ങളും വളരെ ഒട്ടും ലോജിക്കും ഇല്ല. വളരെ ലോങ് ബോറിംഗ് ആക്ഷൻ സീക്വൻസ് ആണ് എക്സിക്യൂട്ട് വെച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് സീക്വൻസ് ഓഫ് കൽക്കി നമുക്ക് ഓർമ്മ വരും. തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഡയറക്ടർ എന്തുകൊണ്ട് ഒരു വളരെ അടിപൊളി ഹൈ എലവേഷനുള്ള ഒരു ക്ലൈമാക്സ് എഴുതിയില്ല, എക്സിക്യൂട്ട് ചെയ്തില്ല, നമുക്കൊരു ഡൗട്ട് തോന്നും. ഇതിലെ ക്ലൈമാക്സ് വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആൻഡ് ബ്ലാൻഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഒരു തേർഡ് പാർട്ട് കാണാൻ ഉഷാർ നമുക്ക് ഫീൽ ചെയ്യില്ല. മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബൈ DSP ദേവി ശ്രീ പ്രസാദ്. കിസ്ക് എന്ന പാട്ട് ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ആ ഒരു ഓഡിയൻസിന്റെ ആ ഒരു എനർജിയുടെ കൂടെ കാണാൻ നല്ല വൈബ് തന്നെയായിരുന്നു. ഫീലിങ്സ് എന്ന പാട്ട് അങ്ങനെ തന്നെ കേട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിലെ സോങ്സും ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടിയുടെ സൗണ്ട് ഡിസൈൻ വളരെ നന്നായിരുന്നു. 3.5 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. ആ ഒരു 3.5 മണിക്കൂർ നല്ല ടൈറ്റ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ട് എഡിറ്റർ നവീൻ നൂലിക്ക്. സിനിമാറ്റോഗ്രഫി വളരെ നന്നായിരുന്നു ആദ്യത്തെ വിഷ്വൽ മുതലേ. CGI പരിപാടിയും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒട്ടും അങ്ങനെ ഒരു ബാഡ് അടിക്കില്ല. ഓവറോൾ ഈ സിനിമ പേഴ്സണലി അങ്ങനെ വർക്ക്ഔട്ട് ആയില്ല. പക്ഷെ തെലുങ്ക് ഫോർമാറ്റ് സിനിമകൾ ഇഷ്ടമുള്ളതുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റി. അങ്ങനെ ഇഷ്ടമുള്ളവർക്കും കണ്ടിരിക്കാൻ പറ്റും ഈ സിനിമ.